ഗൈസ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പൊ ഗൈസ് ഇന്ന് എന്റെ ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ക്ലാസ്സും കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് വീട്ടിൽ ചൊറിയും കുത്തി ഇരിക്കുന്നുണ്ട്. അപ്പൊ വാ നമുക്ക് കുറച്ച് കുശുമ്പും പരദോഷനും കുന്നാമിയും നോണയും കൊതിയൊക്കെ പറഞ്ഞിട്ട് ഇരിക്ക വൈകുന്നേരം വരെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പൊ അങ്ങോട്ടേക്ക് പോണ വ്ളോഗ് അല്ല ഇന്നത്തെ മെയിൻ കണ്ടന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു സാധനം ഞാൻ തെളിയിക്കാനാണ് ഇന്ന് വന്നിരിക്കുന്നത്. കാരണം കുറച്ച് ആളുകൾക്ക് ഇപ്പൊ കുറച്ചായിട്ട് കുറച്ച് സംശയങ്ങളുണ്ട്. അപ്പൊ ആ ഒരു സംശയത്തിനുള്ള ഉത്തരം കൊടുക്കാന്ന് ഞാൻ വിചാരിച്ചു. അതാണ് ഇന്ന് ഈ വ്ളോഗിൽ മെയിനായിട്ട് ഞാൻ കാണിക്കുന്നത്. എന്താന്ന് വെച്ചാൽ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഞാൻ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഇടുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ കുറച്ച് ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി, താത്ത ശരിക്കും തമിഴ്നാട്ടിൽ തന്നെയാണോ? നിങ്ങൾക്കൊരു കോഴിക്കോട് മലപ്പുറം മലബാറി സ്ലാങ് ആണല്ലോ ഉള്ളത്, എന്നിട്ട് നിങ്ങൾ എങ്ങനെ തമിഴ്നാട്ടിൽ പോയിട്ട് ഇത്ര അടിപൊളിയായിട്ട് മലയാളം സംസാരിക്കണത്? മലയാളം സംസാരിക്കുന്ന തമിഴത്തിക്കുട്ടി, നിങ്ങൾക്ക് തമിഴ് സംസാരിക്കാൻ അറിയോ? നിങ്ങൾ വെറുതെ റീച്ച് കിട്ടാൻ വേണ്ടി നുണ പറയാണോ എന്നൊക്കെ ഇപ്പോൾ കുറെ ആൾക്കാർ കമന്റ് ബോക്സിലും അല്ലാണ്ട് ഇൻബോക്സിലൊക്കെ വന്ന് ചോദിച്ചു തുടങ്ങി. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നോളെ വീട്ടിലേക്ക് പോകണ ആ ഒരു വഴി ഉണ്ടല്ലോ, ആ വഴീന്റെ സ്റ്റോറി പറഞ്ഞാൽ എന്നാൽ തന്നെ ഏകദേശം നിങ്ങൾക്ക് ഇതിന്റെ ഒരു ക്ലാരിറ്റി പിടുത്തം കിട്ടും. അപ്പൊ ഈ സംശയമുള്ളവരൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കാണുക. ഇനി ഇതിന്റെ ആൻസർ പറയാനായിട്ട് എനിക്ക് വയ്യ. അപ്പോൾ തമിഴ് സംസാരിക്കുമെന്ന് ചില ആൾക്കാർ ഡൗട്ട് വെച്ചിരുന്നു. നമുക്ക് എന്തായാലും കൊഞ്ചം തമിഴ് വെച്ചിട്ട് ഈ ഒരു വ്ളോഗ് എടുക്കാനായിട്ട് ട്രൈ ചെയ്യാം. എനിക്ക് കൊഞ്ചം തമിഴ് പേശ തെരിയും. യഥാച്ച് തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇടയിൽ എനിക്ക് മലയാളവും കയറി വരും. മൊത്തത്തിൽ എനിക്ക് തമിഴ് പറയാനൊന്നും അറിയില്ല. അപ്പൊ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു വ്ളോഗിലോട്ടേക്ക് പോകാം. ആ കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഓളെ വേണമെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കൂടെ ഓളെയും കാണിച്ചു തരാം, ഓളെ പേരൊക്കെ കാണിച്ചു തരാം. അല്ലാണ്ട് ഓളപ്പുള്ള വീഡിയോസ് വേറെ നമുക്ക് എടുക്കാം ഗൈസ്. അപ്പൊ നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പൊ എല്ലാവരുടെയും ആദ്യത്തെ ഒരു സംശയം എനിക്ക് തമിഴ് സംസാരിക്കാൻ അറിയോ എന്നുള്ളതാണ്. മലയാളം കലർത്തി കുറച്ച് തമിഴ് സംസാരിക്കാൻ അറിയാം. അതുകൊണ്ട് ഇന്നത്തെ വ്ളോഗ് നമുക്ക് അങ്ങനെ ആക്കിയാലോ? ചിരി വന്നാ പോലും ചിരിക്കരുത്, മനസ്സിലായോ? അപ്പൊ ഗൈസ് സ്റ്റാർട്ട് பண்ணலாமா? நான் ட்ரெஸ் மாத்திக்கிட்டு வீட்டிலிருந்து கிளம்பினேன். ഗൈസ് വീട്ടിലിരുന്ന് കൊഞ്ചം ദൂരം നടന്നാലേ നമുക്ക് തമിഴ്നാട് ചെക്ക് പോസ്റ്റ് பார்க்கலாம். ചെക്ക് പോസ്റ്റ് താണ്ടിനാ ഒരു പാലം വരും. அந்த പാലத்துக்கு കീഴേ ഒരു ആറ് ഇருக்கு. ഈ ആറ് എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായോ? നമ്മുടെ പുഴയില്ലേ, അതന്നെ. ഈ പൊട്ടുംപൊടി തമിഴ് ഞാൻ എങ്ങനെയാ പഠിച്ചതെന്നല്ലേ? ഞാനൊരു 7ാം ക്ലാസ് വരെ നമ്മുടെ കണ്ണൂരായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് വീടൊക്കെ എടുത്തതിന് ശേഷം നമ്മളിതാ ഇങ്ങോട്ടേക്ക് വരുന്നത്. ബാക്കി പഠനമൊക്കെ തമിഴ്നാട്ടിലായതുകൊണ്ടും തമിഴ് ഒരു സബ്ജക്റ്റ് ആയിട്ട് നിർബന്ധമായി പഠിക്കേണ്ടത് കൊണ്ടും ഒരു നുള്ളി നുറുമ്പി തമിഴൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. அந்த പാലത്തെ താണ്ടിനാ അടുത്തതായി നാമ കാൽ വെക്ക് പോறது കേരളാവിലെ വയനാട് അമ്പലവയൽ ഗ്രാമപഞ്ചായத்துக்கு வரவேற்கிறோம். நான் முன்னாடியே சொன்னேன்ல, வீட்ல இருந்து 2 நிமிஷம் நடந்தா கேரளாவுக்கு போயிடலாம். ஆனா செக் போஸ்டுக்கு அப்புறம் இருக்கிற வீடு எங்க வீடு. அதனால எக்ஸாக்ட் கரண்ட் லொகேஷன் ചോദിച്ചാ നീലഗിരി ഡിസ്ട്രിക്ട് തമിഴ്നാടാണ് എന്റെ വീട്. ഇപ്പൊ പുരിഞ്ചതാ? ബോർഡർ ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഫുള്ള് മലയാളീസ്. ഈ തമിഴ് എഴുതാനും വായിക്കാനും ഞാൻ പഠിച്ചത് പോലും തമിഴ്നാട് സ്കൂളിൽ പോയതുകൊണ്ട് മാത്രം. ബോർഡർ ഏരിയയിലുള്ള സ്കൂളുകളിലൊക്കെ മലയാളം മീഡിയം, ഇംഗ്ലീഷ് മീഡിയം, തമിഴ് മീഡിയം ഉണ്ടാവും. അതുകൊണ്ട് ഞാനൊക്കെ കഴിച്ചിലായി. പക്ഷെ കുറച്ചങ്ങോട്ട് പോയാൽ തമിഴ് മീഡിയം, ഇംഗ്ലീഷ് മീഡിയം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി വേറൊരു രസം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പാവുടെ വീട് വന്ന് ചെക്ക് പോസ്റ്റിക്ക് അപ്പുറം തമിഴ്നാട്ടിലും ഇമ്മച്ചിന്റെ വീട് വന്നിട്ട് ചെക്ക് പോസ്റ്റിന്റെ ഇപ്പുറം വയനാട്ടിലും. സംഗതി രണ്ട് സ്റ്റേറ്റ് ആണെങ്കിലും വെറും 15 കിലോമീറ്ററിന്റെ വ്യത്യാസമുള്ളൂ വീടുകൾ തമ്മിൽ. അതേപോലെയാണ് എന്റെ വീട്ടിൽ നിന്ന് വെറും 5 മിനിറ്റിന്റെ ദൂരേ ഉള്ളൂ എന്റെ ഈ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ. പക്ഷെ പറഞ്ഞു വരുമ്പോഴോ ഞാൻ ഇപ്പുറത്ത് തമിഴ്നാട്ടിലും അവൾ അപ്പുറത്ത് കേരളത്തിലാണ്. ഞങ്ങൾ 2 സ്റ്റേറ്റിലുള്ള ഫ്രണ്ട്സുകൾ. ഞങ്ങൾക്ക് ഇവിടുന്ന് ദൂരം കൊണ്ട് എളുപ്പം തമിഴ്നാട് സൈഡിലുള്ള സ്കൂൾ ആയതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും പഠിച്ചത് തമിഴ്നാട് സ്കൂളിലാണ്. അവിടെ പ്രത്യേകിച്ച് മലയാളം മീഡിയം ഉണ്ടല്ലോ, അപ്പൊ പ്രശ്നമില്ല. ഇനി എന്റെ മലബാറി സ്ലാങ്ങിനെ പറ്റി ഞാൻ പറയാം. ഞാൻ പറഞ്ഞല്ലോ ഉപ്പാന്റെ ജോലി കണ്ണൂരായതുകൊണ്ട് കുറച്ചു കാലം കണ്ണൂരായിരുന്നു ഒരു 7-8 വർഷം. അന്ന് എന്റെ സ്ലാങ് കണ്ണൂരായിരുന്നു. ഇവളെ കൂടെ കൂടിയപ്പം ഏകദേശം വയനാട് സ്ലാങ്. കോളേജും ബോർഡർ ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവിടെ പ്രകൃതി രമണീയത എന്ന് പറഞ്ഞ് കൂടുതൽ ഫ്രണ്ട്സും വന്നിട്ടുണ്ടായിരുന്നത് കാലിക്കറ്റ് മലപ്പുറം ഏരിയ. അവരെ കൂടി ആ ഒരു സ്ലാങ്ങും കൂടി വായിലോട്ട് കയറി. ഇപ്പൊ എന്റെ സ്ലാങ് എനിക്ക് പോലും മനസ്സിലാവണില്ല. പല സമയത്തും പല രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത്. ചില ടൈമിൽ എന്റെ സ്ലാങ് ഇങ്ങനെ ആയിരിക്കും. കേട്ടോളി, ഓളടുത്ത് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തേലും വാങ്ങിയിട്ട് വരാണ്ടിരിക്കാൻ കഴിയൂല. അതിനെ കൊണ്ട് ഓളേക്കുള്ള 2 പാന്റ് ഞാൻ എടുത്തു. അധികം കച്ചറക്കാരൊന്നും നിൽക്കില്ല, ഓളതിങ്ങ് വേ എടുത്താൽ നിൽക്കും. കണ്ടോ, ഇടയ്ക്കിന്റെ ഭാഷ എങ്ങനെയായിട്ട് മാറും. ഇനി വേറെ കുറച്ച് സമയത്ത് എന്താ അവിടെ എനിക്ക് വേറെ പണിയൊന്നുമില്ലേ, എന്നെക്കൊണ്ട് വലിയ ചൊറ അയക്കണല്ലോ ചങ്ങായിയെ. ആ ഒരു സ്ലാങ് വരുമ്പോഴാണ് കുറെ പേര് ചോദിക്കണത് നിങ്ങൾ മലപ്പുറത്താണോ താമസിക്കുന്നത്. പിന്നെ എന്റെ ഓൾ ടൈം അല്ലാത്തൊരു സ്ലാങ് ഉണ്ട്, ഇടക്കിടക്ക് വരണേ. എന്തുട്ടാ ഗഡി നീ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, നിനക്ക് എന്തുട്ടാ പ്രശ്നം? അപ്പൊ ബൈ ദ വേ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ എന്റെ സ്ലാങ് വെച്ചിട്ട് നിങ്ങൾ ആരും എന്റെ നാട് വിലയിരുത്തേണ്ട. ഞാൻ പല സമയത്തും പല തരത്തിലാണ് ഗൈസ് പറയുന്നത്. കൂട്ടത്തിൽ കുറച്ച് ഹിന്ദിയും ഇംഗ്ലീഷും തമിഴും ഒക്കെ കൂടി മിക്സ് ചെയ്ത് വേറെ എന്തൊക്കെയോ കൂടി പറയും. അപ്പൊ എന്റെ വീട് കാണാത്തവർ കണ്ടോളി, ഇതാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഏകദേശം നിങ്ങളെ സംശയങ്ങൾക്കുള്ള ഒരു ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. ഇനി ഇതുപോലെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളി, ഞാൻ തീർത്തരാലോ. അപ്പൊ എല്ലാം പറഞ്ഞു തീർന്നപ്പോഴേക്കും തൊണ്ടയിലെ വെള്ളം വറ്റി. എന്നാ പിന്നെ ഞാൻ പോയിട്ട് വല്ല ചായയോ വെള്ളം എടുത്ത് കുടിക്കട്ടെ. ബൈ.